കഷ്ടപ്പെട്ട് ഇത്രമേലെ ഒരു ചാനൽ കൊണ്ട് എത്തിച്ചിട്ട് അത് പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കി കളയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് നമ്മളെല്ലാം അറിഞ്ഞു പോയാൽ നമുക്ക് നല്ല ഒരു പ്ലാറ്റ്ഫോമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എനിക്ക് പറ്റിയ ചെറിയ ചെറിയ അബദ്ധങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. അപ്പോൾ എന്നെ പോലെ പുതിയതായി യൂട്യൂബ് ചാനൽ ഒന്നും അറിയാതെ തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് നാളായി. പക്ഷേ എനിക്കത് വീഡിയോ ഇടണം, എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്കത് ഓരോന്ന് ഇടണം എന്ന് പറഞ്ഞ് ഞാൻ വാട്സപ്പിലേക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് എനിക്കിതിൽ എന്തെങ്കിലും ഇടണം, 10 ആൾക്കാർ കാണണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ അത് ക്രിയേറ്റ് ചെയ്ത് ഞാൻ തുടങ്ങി. അപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊന്നും. ഞാൻ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഞാൻ എടുത്ത് ഷോർട്ടുകൾ കട്ട് ചെയ്ത് ഞാനപ്പം വീഡിയോ ഇടണമെങ്കിൽ നമ്മൾ ഒറിജിനലായിട്ട് തന്നെ ഇടണം എന്നുള്ള രീതിയിലായതുകൊണ്ട് ഞാൻ എൻ്റെ പാചകങ്ങളും കാര്യങ്ങളും മാത്രം ഞാൻ അതിൽ വീഡിയോ ആയിട്ടിട്ടുണ്ട്. പക്ഷേ ഷോർട്ടുകൾ ഇടുമ്പോൾ ഞാൻ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ ഞാൻ എടുത്ത് കട്ട് ചെയ്ത് ഷോർട്ടായിട്ട് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ, നമുക്കൊന്നും അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആരോടെങ്കിലും ചോദിക്കി ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഓരോരുത്തർ ഇടുന്ന വീഡിയോസുകൾ നമുക്ക് ഇതിനുള്ള ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള, എന്ത് ചെയ്യണം ഏത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വീഡിയോസൊക്കെ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കയറി നോക്കണം. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്നാൽ മാത്രമേ ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒന്നോ രണ്ടോ ഒക്കെ ഞാൻ അത്യാവശ്യമൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. അപ്പം ഷോർട്ടുകൾ ഇടുമ്പോൾ ഇതിലേതാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതിലേതാണ് നമുക്ക് പണി തരും എന്നത് നമുക്കറിയില്ല. നമ്മളെപ്പോലെ പുതിയതായ ആൾക്കാർക്ക് അറിയില്ല ഇത് ഏതിടണം ഏതിടാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്, എങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടണം, അങ്ങനെയൊക്കെ നമുക്കൊന്നും ഒരു ധാരണയില്ല. അപ്പം അങ്ങനെയുള്ള നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്വന്തമായിട്ടുള്ള കണ്ടന്റോ നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളത് ഇതിൽ ഇട്ടാൽ മതി. അപ്പം 10 പേരാണ് കാണുന്നത്, വ്യൂസ് കുറഞ്ഞിരിക്കുമെന്നല്ലേ ഉള്ളൂ. 10 പേരാണ് കാണുന്നതെങ്കിലും ആ 10 പേര് മതി. അപ്പം നമുക്കിങ്ങനെ പോലെ കുറേ ഷോർട്ടുകൾ നമ്മളിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കണ്ട് യഥാർത്ഥത്തിൽ അവർ ചിലത് മാത്രമേ കാണുന്നുള്ളൂ, കണ്ടന്റ് ഉള്ളത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അല്ലാത്തതൊന്നും അവർ കാണത്തില്ല. അപ്പോൾ അത് സ്കിപ്പ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമുക്കതറിയില്ല. നമ്മൾ വ്യൂസിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്കൊരു മനസ്സിൻ്റെ ഒരു ആർത്തി കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ എടുത്തിടും. പക്ഷേ അതിൽ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഇമെയിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും നോക്കാറില്ല, ശ്രദ്ധിക്കാറില്ല. അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധമാണ്. പക്ഷേ ഇനി ഞാൻ ഇങ്ങനത്തെ ഉള്ള ഷോർട്ടുകൾ ഞാൻ വേറെ 1-2 ഇതിലുള്ള ഷോർട്ട് ഞാൻ ഇട്ടപ്പോഴാണ് എനിക്ക് ഇമെയിലായിട്ട് വന്നത്, ഇനി ഇത് ആവർത്തിക്കരുത് എന്ന്. അപ്പോൾ 2-3 തവണ നമുക്ക് വാർണിംഗ് തന്നിട്ടുണ്ട്. ഇതെനിക്ക് തന്നതിൽ ലാസ്റ്റ് വാർണിംഗ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇനി നമ്മൾ നമ്മുടേതായ സ്വന്തം കണ്ടന്റ് മാത്രം നമ്മൾ ഇടുക. റീമിക്സ് ചെയ്യുന്നത് നോക്കിയൊക്കെ ചെയ്യുക. കാരണം ഇടുന്ന ആൾക്കാർ അത് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അതും കൂടെ പോകും. അപ്പോൾ അതെന്തിനാണ് വെറുതെ നമ്മളെ അതൊക്കെ 10 പേരാണ് കാണുന്നതെങ്കിൽ ആ 10 പേര് മതി. അപ്പോൾ അതവിടെ കിടക്കും. അങ്ങനെ കയറി അങ്ങ് പൊയ്ക്കോളും എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി കൂടുതലായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം, എന്നിട്ട് ഞാൻ നിങ്ങളുമായി സംസാരിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം എന്നെ പോലെ പുതിയതായി തുടങ്ങിയവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായി ഇത് പങ്കുവയ്ക്കുന്നത്. എനിക്ക് കുറച്ച് അറിവേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. അപ്പോൾ അത്രയും അറിവിൻ്റെ ഇത് വെച്ച് എനിക്ക് പറ്റിയ കാര്യം ഞാൻ നിങ്ങളുമായി പറയുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മളെ വ്യൂസ് കുറവായിരുന്നാലും നമ്മുടെ കണ്ടന്റുകൾ, നമ്മുടെ വീഡിയോസും ഷോർട്ടുകളും ഇടുക. കാണുന്നവർ കാണട്ടെ, സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പോൾ കാണുന്നവർ നമ്മുടെ വീഡിയോ ഷോർട്ടുകൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ ഷോർട്ടുകളായിരുന്നാലും വീഡിയോകളായിരുന്നാലും ഞാൻ ഇനി ഇടുന്നത് എൻ്റെ സ്വന്തം കണ്ടന്റുകളും കാര്യങ്ങളും തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെല്ലാവരും